കഴിഞ്ഞ വർഷമാണ് ഫ്രഞ്ച് പ്രസിഡന്റിനെ വിമാനത്തിൽ വെച്ച് ഭാര്യ തല്ലിയ സംഭവം നടക്കും. 2005 വിയറ്റ്നാം സന്ദർശനത്തിനിടയിലാണ് ഫ്രഞ്ച് പ്രസിഡന്റിനെ ഭാര്യ തല്ലുന്നതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. ഇരുവരും ഹനോയിൽ നിന്ന് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം നടന്നത്. വിമാനത്തിന്റെ വാതിൽ തുറന്നതിന് പിന്നാലെ ബ്രിജിറ്റ് ഭർത്താവിന്റെ മുഖത്തേക്ക് കൈകൊണ്ടുപോകുന്നതും അദ്ദേഹത്തെ തള്ളി മാറ്റുന്നതുമാണ് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. വാതിൽ തുറന്ന് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ പുറത്തുള്ളവരെ ഇമ്മാനുവൽ മക്രോൺ അഭിവാദ്യം ചെയ്യുന്നതും അതിന് പിന്നാലെ ഈ ദമ്പതിമാർ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അടികൊണ്ടെങ്കിലും ഒന്നും സംഭവിക്കാത്തതുപോലെ കൈവീശി ചിരിക്കുകയായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ്. വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ ഇമ്മാനുവൽ മക്രോണിന്റെ കൈകൾ പിടിക്കാതെ നടന്നു വരുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹം കൈ നീട്ടിയിട്ടും ഭാര്യ ബ്രിജിറ്റ് ആ കൈയിൽ പിടിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ വൈറലായ ദൃശ്യങ്ങൾ വിശ്വസനീയം അല്ലെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഓഫീസ് സംഭവത്തെക്കുറിച്ച് ആദ്യം പ്രതികരിച്ചത്. എന്നാൽ വാർത്താ ഏജൻസികളടക്കം ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ ഇത് യഥാർത്ഥ ദൃശ്യങ്ങളാണെന്ന് ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ ദമ്പതിമാർക്കിടയിലുണ്ടായ ചെറിയൊരു കലഹം മാത്രമാണിതെന്ന് പ്രസിഡന്റിന്റെ അടുത്ത വൃത്തങ്ങളിൽ ഒരാൾ പ്രതികരിക്കുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ ഒരു തമാശ മാത്രമാണെന്നാണ് വീഡിയോയിൽ ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ ഒരു നടിയുമായുള്ള മാക്രോണിന്റെ ബന്ധം ആണെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകനായ ഫ്ലോറിയൻ ടാരിഫിന്റെ ആൻ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് കപ്പിൾ എന്ന പുസ്തകത്തിലാണ് കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ വംശജയായ ഫ്രഞ്ച് നടി ഗോൾഷിഫ്തെ ഫർഹാനിയുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് ബന്ധം ഉണ്ടായിരുന്നതായിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇരുവരും പരസ്പരം അയച്ച സന്ദേശങ്ങളെ ചൊല്ലിയാണ് ഇമ്മാനുവൽ മക്രോണിന്റെ ഭാര്യ ബ്രിജിറ്റ് മക്രോൺ അദ്ദേഹത്തിന്റെ മുഖത്ത് അടിച്ചതെന്നും ആ പുസ്തകത്തിൽ പറയുന്നു. 48 വയസ്സുള്ള ഇമ്മാനുവൽ മക്രോണും 42 വയസ്സുള്ള ഫർഹാനിയും തമ്മിൽ മാസങ്ങളോളമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ. വിയറ്റ്നാമിലേക്കുള്ള ആ യാത്രക്കിടെ വിമാനത്തിൽ വെച്ച് ഇമ്മാനുവൽ മക്രോണിന്റെ ഫോണിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ നടിയുടെ സന്ദേശങ്ങൾ കണ്ടിരുന്നു. അതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കം ആരംഭിച്ചതെന്നും പ്രസിഡന്റിന് ഭാര്യയിൽ നിന്ന് തല്ല് കിട്ടിയതെന്നും ആ പുസ്തകത്തിലുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റും നടിയും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ലെന്നും അവർ തമ്മിൽ ആത്മീയ പ്രണയമാണെന്നുമാണ് പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇമ്മാനുവൽ മക്രോണുമായുള്ള ബന്ധം സംബന്ധിച്ച വെളിപ്പെടുത്തൽ ഗോൾഷിഫ്തെ ഫർഹാനി തള്ളിക്കളയുകയാണ്. ചിലപ്പോൾ ഒരു ശാരീരിക ബന്ധം ക്ഷമിക്കാൻ പലരും തയ്യാറായേക്കും, പ്രത്യേകിച്ച് യൂറോപ്പിലുള്ളവർ. എന്നാൽ വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ പ്രണയം ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാകും 73 വയസ്സുള്ള ബ്രിജിറ്റ് മക്രോൺ തന്റെ ഭർത്താവിന്റെ മുഖത്തടിച്ചത്. 48 വയസ്സാണ് ഇമ്മാനുവൽ മക്രോണിന്റെ പ്രായം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പണ്ട് പഠിച്ചിരുന്ന ഹൈസ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുമ്പോഴാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. പിന്നീട് 2007 ബ്രിജിറ്റിനെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ഭാര്യ തന്റെ മുഖത്തടിച്ച സംഭവത്തിൽ ചില നെറ്റ്വർക്കുകളാണ് ആ വീഡിയോയ്ക്ക് പിന്നിലുള്ളത് എന്നും മക്രോൺ ആദ്യം കുറ്റപ്പെടുത്തിയിരുന്നു. ഈ വീഡിയോയ്ക്ക് പിന്നിൽ റഷ്യക്കാർ, ഫ്രാൻസിലെ ചില തീവ്രവാദികൾ എന്നിവരാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം അക്കാലത്ത് പറഞ്ഞിരുന്നു.